ആശാൻ സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ മുതൽ തന്നെ ഈ സിനിമ കാണാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു. ബിക്കോസ് എ ഫിലിം ബൈ ജോൺ പോൾ ജോർജ്. ഈ ഒരു പേര് തന്നെ മതിയല്ലേ. ഗപ്പി, അമ്പിളി ഈ സിനിമകൾക്ക് ശേഷം അടുത്തത് എന്താണ് ഇനി ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരുപാടായിരുന്നു. സിനിമ കണ്ടിറങ്ങിയപ്പം ശരിക്കും മനസ്സ് നിറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ഇറങ്ങി വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്കറിയാം ഇതിൽ ഇന്ദ്രൻ ചേട്ടനാണ് പ്രധാന കഥാപാത്രമായി ആശാനായിട്ട് എത്തിയിട്ടുള്ളത്. 500-ലധികം സിനിമകൾ ചെയ്തിട്ടുള്ള ഈ ഒരു മനുഷ്യൻ ഇനിയും ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി എന്തായിരിക്കും ചെയ്യുക എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും അധികമായിരുന്നു. അദ്ദേഹം ഇതുവരെ ചെയ്തു വന്ന സിനിമകളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഒരു ത്രൂ ഔട്ട് കോമഡി, പക്ഷെ കോമഡി മാത്രമല്ല നമ്മളെ ഇമോഷണൽ ആക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ വളരെ ഭംഗിയായിട്ടാണ് ഇന്ദ്രൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റിലൊക്കെ ജോൺ പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ആശാനായിട്ട് മറ്റൊരു കഥാപാത്രത്തെ ഇനിയും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും അത് തന്നെ ആയിരിക്കും തോന്നുന്നത്. ശരിയാണ്, ഇതിൽ ആശാനായിട്ട് ഇന്ദ്രൻ ചേട്ടൻ അല്ലാതെ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഈ ഒരു കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ ഫുൾ നറേഷൻ പോകുന്നത്. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പം ഈ ആശാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മളും അനുഭവിക്കുകയാണ്. പിന്നെ ഇതിൽ മറ്റൊരു നായകനെ എത്തിയിട്ടുള്ളത് ജോമോൻ ജോർജാണ്. ജോമോനെ നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു വന്ന് അവിടെ നിന്ന് സിനിമയിലേക്ക് എത്തി. സിനിമയിലും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാൻ ജോമോന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പം കോമഡി എലമെൻസിനേക്കാളും കൂടുതൽ ജോമോൻ ഒരു വ്യത്യസ്തമായ ഭയങ്കര നമ്മൾ ഇമോഷണൽ ആക്കുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും പല ആക്ടേഴ്സിനും നമ്മൾ പറയാറുണ്ട്, ഈ ആക്ടർ സ്ക്രീനിൽ കരയുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം വരും എന്നുള്ളത്. ഇതിൽ ശരിക്കും ജോമോൻ അത്തരത്തിൽ ആ ഒരു ലെവലിലേക്ക് ഇപ്പം അപ്ഗ്രേഡ് ആയിരിക്കുകയാണ്. ജോമോന് തമാശ മാത്രമല്ല, എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ ഈ സിനിമയിലൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആക്ടേഴ്സും ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്കറിയാം സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയാണ്. സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ജോമോൻ അവതരിപ്പിച്ച കഥാപാത്രം ഒരു ആസ്പയറിംഗ് ഫിലിം ഡയറക്ടറാണ്. അപ്പം എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇമോഷണൽ ജേർണി ആയിരിക്കാം, ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയായിരിക്കാം. അതുപോലെ ഇന്ദ്രൻ ചേട്ടൻ ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സോ ആ ഏരിയയിലുള്ളവർക്കും ഒരുപാട് റിലേറ്റബിൾ ആണ്. പിന്നെ ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകൾ നമ്മൾ കുഞ്ഞിക്കവിൾ മേഘമൊക്കെ കേട്ടിട്ട് എല്ലാവരുടെയും ഇപ്പം ഡെയിലി കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ് കുഞ്ഞിക്കവിൾ മേഘം. അത് ആ സിനിമയിൽ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ കാണാനുള്ള ക്യൂരിയോസിറ്റിയും ഉണ്ടായിരുന്നു. ഇതിൽ പാട്ടുകളൊക്കെ തന്നെ ജോൺ പോൾ തന്നെയാണ് ഇതിലെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് ആശാൻ എന്ന സിനിമ. ഗപ്പി ഇറങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ആളുകളിലേക്ക് എത്തിയതും ഗപ്പിക്ക് വേണ്ട ഒരു അംഗീകാരമൊക്കെ കിട്ടിത്തുടങ്ങിയതും. അമ്പിളിയും ഒരുപാട് പേര് തിയേറ്ററിൽ കണ്ടു, എങ്കിലും കാണാതിരുന്ന കുറച്ച് പേരുണ്ട്. ഈ സിനിമ അങ്ങനെ ആവരുത്. ഇതിൻ്റെ പ്രൊമോഷൻ ടൈമിൽ തന്നെ ജോൺ പോൾ പറഞ്ഞ പോലെ തന്നെ ഗപ്പി ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അന്നത് നടന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്. ഈ ഒരു സിനിമ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇതിലെ പാട്ടുകളും പെർഫോമൻസും കഥയും എല്ലാം കൊണ്ടും തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമകളിൽ ഒന്ന് തന്നെയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക.